നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആവേശപ്പെരുമയിൽ ചിനക്കത്തൂർ പൂരം. 7 ദേശങ്ങളിൽ നിന്നെത്തിയ ആഘോഷങ്ങൾ വർണ്ണവിസ്മയ കാഴ്ചയൊരുക്കി. പുരുഷാരമയത്തെ സാക്ഷിയാക്കി ചിനക്കത്തൂരമ്മയുടെ തിരുമുറ്റത്ത് വാശിയേറിയ കുതിരക്കളിയും ആനപ്പൂരവും. ജനസാഗരം തീർത്ത് ക്ഷേത്രാങ്കണം. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഈവനിംഗ് OP നിർത്തിവെച്ചു. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് കാരണമെന്നും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ OP പ്രവർത്തിക്കില്ലെന്നും അധികൃതർ. ദുരിതത്തിലായി രോഗികൾ. വാർത്തകൾ വിശദമായി. തനിമ ചോരാതെ ആവേശപ്പെരുമയിൽ ചിനക്കത്തൂർ പൂരം. 7 ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ വർണ്ണവിസ്മയ കാഴ്ചയൊരുക്കി. വാശിയേറിയ കുതിരക്കളിയും ആനപ്പൂരവും ആവേശത്തിന് മാറ്റുകൂട്ടി. ഇത്തവണയും പൂരാവേശത്തിന് സാക്ഷിയാവാൻ ജനലക്ഷങ്ങളാണ് എത്തിയത്. തനിമ ചോരാതെ ഒരിക്കൽ കൂടി പൂരപ്പെരുമയിൽ ചിനക്കത്തൂർ പൂരാഘോഷം. അയ്യയ്യോ ആർപ്പുവിളികളുമായി ഉച്ചതിരിഞ്ഞ് 7 ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ കാവിലേക്ക് പുറപ്പെട്ടു. പിന്നീട് ചിനക്കത്തൂരമ്മയുടെ തിരുമുറ്റത്ത് കാണാനായത് വാശിയേറിയ കുതിരക്കളി. കണ്ണിനും കാതിനും ത്രസിപ്പിക്കുന്ന വിധത്തിലുള്ള വാശിയേറിയ കുതിരക്കളി ആസ്വദിക്കാൻ പുരുഷാരമയം തടിച്ചുകൂടി. ഇരുചേരിയിൽ നിന്നുള്ള 16 കുതിരക്കോലങ്ങൾ തിരുമുറ്റത്ത് കളിച്ച ശേഷം ദേവിയെ തൊഴുതു വണങ്ങി. ഒപ്പം തട്ടിൽമേൽക്കൂത്ത്, നിലത്തേര്, വണ്ടിവേഷങ്ങൾ, വാദ്യാഘോഷങ്ങൾ, കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളും ക്ഷേത്രമുറ്റത്ത് കളിച്ചു മടങ്ങി. ഇതോടെ പൂരപ്പെരുമയുടെ പൂരത്തിന് ആവേശം വിതറി. രാത്രിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ആനപ്പൂരവും കൂട്ടിയെഴുന്നള്ളിപ്പും തുടർന്ന് വെടിക്കെട്ടും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഈവനിംഗ് OP നിർത്തിവെച്ചു. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് കാരണമെന്നും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ OP പ്രവർത്തിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന രോഗികൾ ദുരിതത്തിലായി. തൃശൂർ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും അധികം രോഗികൾ ആശ്രയിക്കുന്ന ഇടമാണ് തൃശൂർ ജനറൽ ആശുപത്രി. തൃശൂർ കോർപ്പറേഷൻ നടത്തിപ്പ് ചുമതലയുള്ള ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതായതോടെയാണ് ഈവനിംഗ് OP ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിവിധ സമയങ്ങളിലായി 6 ഡോക്ടർമാരുടെ സേവനം ആവശ്യമായ കാഷ്വാലിറ്റിയിൽ നിലവിൽ 2 ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ച വരെ 4 ഡോക്ടർമാർ ഉണ്ടായിരുന്ന ഇടത്ത് 2 പേർ കൂടി സ്ഥലം മാറിപ്പോയതോടെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 24 മണിക്കൂറും നൂറുകണക്കിന് രോഗികളാണ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്നത്. അത്യാഹിത വിഭാഗത്തിൽ തിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1 വർഷം മുൻപ് ഈവനിംഗ് OP പ്രവർത്തനം ആരംഭിച്ചത്. ദിവസേന ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈവനിംഗ് OPയുടെ പ്രവർത്തന സമയം. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന അത്യാഹിതം അല്ലാത്ത രോഗികളെ ഈവനിംഗ് OPയിലേക്ക് വിടുകയാണ് പതിവ്. ഇതുമൂലം അത്യാഹിത വിഭാഗത്തിൽ തിരക്ക് കുറയ്ക്കാനും ആകുമായിരുന്നു. ഈവനിംഗ് OP നിർത്തിയതോടെ എല്ലാ രോഗികളെയും ചികിത്സ തേടി അത്യാഹിത വിഭാഗത്തിലേക്കാണ് എത്തുന്നത്. പോലീസിന്റെ മെഡിക്കൽ മുതൽ അപകടത്തിൽപ്പെടുന്നവരെ വരെ ഒരേ സമയം എത്തിക്കുന്നത് തൃശൂർ ജനറൽ ആശുപത്രിയിലാണ്. അതീവ ഗുരുതരമായിട്ടുള്ള രോഗികളെ മാത്രമായിരുന്നു നേരത്തെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരുന്നത്. കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറഞ്ഞതോടെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന അത്ര ഗുരുതരമല്ലാത്ത രോഗികളെ പോലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കേണ്ട നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പണ്ടൂരിൽ ഹിന്ദുത്വ ഏകതാ സമ്മേളനം നടന്നു. സമ്മേളനം മിനി ശബരിമല മഠാധിപതി മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. പാലിക്കേണ്ടതായ നമ്മുടെ അടിമദേവതകളെ ഒരിക്കലും നഷ്ടമാക്കിക്കൊണ്ടുള്ളതായ ഒരു ജീവിതചര്യ നമുക്കുണ്ടാവാൻ പാടില്ല. ശബരിമല അയ്യപ്പനോ ഗുരുവായൂരപ്പനോ മറ്റു ദേവതകൾ ആരെങ്കിലും ഒക്കെ നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാകണമെങ്കിൽ അല്ലെങ്കിൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ത്രൂ പ്രോപ്പർ ചാനൽ എന്ന കണക്കില് നിങ്ങളുടെ കുടുംബദൈവത്തിലൂടെ മാത്രമേ സാധ്യമുള്ളൂ. ബാലസുബ്രഹ്മണ്യൻ എമ്പ്രാതിരി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെ ആദരിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘ് പാലക്കാട് ജില്ലാ ധർമ്മ ജാഗരൺ പ്രമുഖ് ഹരിദാസ് സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മണികണ്ഠൻ നന്ദി പറഞ്ഞു. പ്രസ്തുത സമ്മേളനത്തിന് നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ സദനം ഹരികുമാർ, ഡോക്ടർ ബേബി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്വാമി പ്രഭാകാനന്ദ സരസ്വതി സ്വാമി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് പാലക്കാട് ജില്ലാ വിഭാഗ് കാര്യവാഹ് സുധീർ ജി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
വണ്ണാൻ മണ്ണാൻ സമുദായ ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം ഷൊർണൂരിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് ഇ പി നന്ദകുമാർ, 22-ാം വാർഡ് കൗൺസിലർ ആഷിഖ്, MVSS ജില്ലാ പ്രസിഡന്റ് KP ശാന്തകുമാരി ടീച്ചർ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ദാമോദരൻ കുറുവാഞ്ചേരി, C മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. M മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശശിധരൻ മുല്ലയ്ക്കൽ സ്വാഗതവും വിജയകുമാരി നന്ദിയും പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി നടത്തിയ തെരുവ് നായ്ക്കൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് 1-ാം ഘട്ടം പൂർത്തിയായി. 2-ാം ഘട്ടം ഉടൻ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിലായാണ് 1-ാം ഘട്ട യജ്ഞം നടന്നത്. മലപ്പുറത്തെ വിദഗ്ധരായ സംഘമാണ് യജ്ഞം നടപ്പാക്കിയത്. ഷൊർണൂർ മുണ്ടായിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പെരുമനം റോഡ് നാടിന് സമർപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. പി മമ്മിക്കുട്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുണ്ടായ പെരുമനം പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പി മമ്മിക്കുട്ടി MLA പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. നമ്മൾ നീക്കി വെച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടമൊക്കെ വന്നതുകൊണ്ട് നമുക്ക് സാങ്കേതികമായി ചില പ്രയാസങ്ങൾ വന്നിരുന്നു. എന്നിരുന്നാലും നമ്മൾ അധികം താമസിയാതെ തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്, അല്ലേ? 2-3 മാസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്ത് 2-3 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാകുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ഭുതകരമായൊരു കാര്യമാണെന്ന് അർത്ഥം. അപ്പോൾ ആ നിലയിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മളത് നാട്ടുകാർക്ക് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. ആളുകൾ ഗതാഗതം ചെയ്യുന്നതിനൊന്നും തടസ്സമൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഒരു പ്രവൃത്തി കഴിഞ്ഞാൽ ആ പ്രവൃത്തി കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടനവും കഴിഞ്ഞ് അതിൻ്റെ രേഖകൾ സമർപ്പിച്ചാലാണ് കരാറുകാരന് അതിൻ്റെ പണം കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ നിലയിൽ 20 ലക്ഷം രൂപ ഇവിടെ ചെയർമാൻ പറഞ്ഞ മാതിരി ഇതിന് നമുക്ക് വിനിയോഗിച്ചു. വളരെ നന്നായി. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷയായി. വൈസ് ചെയർമാൻ VK അനുരാജ്, വാർഡ് കൗൺസിലർ K നാരായണൻ, കൗൺസിലർ T ലത, സീനിയർ ചെയർപേഴ്സൺ P ജിഷ, മുൻ വാർഡ് കൗൺസിലർ CK കണ്ണൻ, CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ്, T മുരളീധരൻ, രാജേഷ് പട്ടത്ത്, P ഗോപിനാഥൻ, KT ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോഴിമാമ്പറമ്പ് പൂരത്തിൻ്റെ പ്രധാന പങ്കാളികളിലൊന്നായ പള്ളിക്കൽ ദേശം നൽകുന്ന പ്രഥമ പള്ളിക്കൽ ദേവി ക്ഷേത്ര സാംസ്കാരിക പുരസ്കാരത്തിന് ഗോപി ചക്കുന്നത്ത് അർഹനായി. സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളുടെ സേവനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന പരിപാടി C സദാനന്ദൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. A പുഷ്പരാജ്, N ഗോവിന്ദരാജ്, PK മണികണ്ഠൻ, NK സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീ കോഴിമാമ്പറമ്പ് പൂരം പള്ളിക്കൽ ദേശത്തിൻ്റെ സാംസ്കാരികം 2026 3-ാം തീയതി നാളെ വൈകുന്നേരം ശ്രീ പള്ളിക്കൽ പൊതുക്ഷേത്രത്തിൻ്റെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. അതിന് ഉദ്ഘാടനത്തിൽ വരുന്നത് രാജ്യസഭ MP ബഹുമാനപ്പെട്ട സദാനന്ദൻ മാസ്റ്ററാണ്. അതുപോലെ തന്നെ അതിൽ വെച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രഥമ പുരസ്കാരം നമ്മൾ നൽകുന്നുണ്ട്. ആ പുരസ്കാരം നൽകുന്നത് നമ്മുടെ ഗോപി ചക്കുന്നത്ത് അദ്ദേഹത്തിനാണ്. അദ്ദേഹം സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് നമ്മുടെ ഭഗവതിയുടെ പേരിലുള്ള പുരസ്കാരം നമ്മൾ നൽകുന്നത്. പുരസ്കാരം നൽകുന്നത് സദാനന്ദ മാസ്റ്ററാണ്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ദേശത്ത് കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട് ക്ഷേത്ര കമ്മിറ്റി, പൂര കമ്മിറ്റി. നമ്മുടെ ദേശത്ത് വാദ്യകലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായ വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂരത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരായ ജീവിച്ചിരിക്കുന്ന അവരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. കൂടാതെ ശേഷം നമ്മുടെ സാംസ്കാരികം ചടങ്ങിന് ശേഷം ദേശത്ത് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികളുടെ കലാ പ്രോഗ്രാം ഉണ്ടായിരിക്കും. 7 മണിക്കാണ് നമ്മുടെ ചടങ്ങ് ആരംഭിക്കുക. 10 മണിയോളം ചടങ്ങ് നീണ്ടു നിൽക്കും.
അതാണ് നമ്മുടെ പ്രധാന കാര്യപരിപാടികൾ. ആധുനിക വിദ്യാഭ്യാസ സൗകര്യത്തിലേക്ക് ചുവടുവെച്ച് മുണ്ടൂർ നാമ്പുള്ളിപ്പുര SVM ALP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച AC സൗകര്യത്തോടു കൂടിയ TN സ്വാമിനാഥൻ മെമ്മോറിയൽ ഹൈടെക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. A. പ്രഭാകരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TK രാമദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മികച്ച സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ച മാനേജർക്കുള്ള ഉപഹാരം, ഹൈടെക് കെട്ടിട നിർമ്മാണത്തിൽ മാനേജ്മെന്റുമായി സഹകരിച്ചവർക്കുള്ള ഉപഹാരം എന്നിവയുടെ സമർപ്പണവും പ്രമുഖ വ്യവസായി VE ഷാജഹാൻ നിർവഹിച്ചു. തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു. അശ്വജയും നയിച്ച നൃത്തവിസ്മയം, പ്രദീപ് ആൻഡ് ശുഭ നയിച്ച ഇശൽരാവ് എന്നിവയും അരങ്ങേറി. പ്രധാനാധ്യാപിക M. ജയശ്രീ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA. അബ്ദുൾ സലാം, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VM. ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ V. വിനീത, മുൻ മെമ്പർ V. ലക്ഷ്മണൻ, മാനേജ്മെന്റ് പ്രതിനിധി S. സുരേഷ് ബാബു, C. സുകുമാരൻ മാസ്റ്റർ, B. വിജയകുമാർ, ഷഹദ്, VU. സുബൈറ, PK. ഷീജ, VP. ഉമാദേവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാർത്തകൾ തുടരുന്നു. 12ാം വയസ്സിൽ 1 മണിക്കൂർ നിർത്താതെ കുച്ചിപ്പുടിയുമായി അർച്ചന. ലണ്ടൻ വേൾഡ് ഓഫ് ബുക്ക് റെക്കോർഡ് ഇന്ത്യൻ എഡിഷൻ ഇടം നേടിയിരിക്കുകയാണ് ഈ യുവനർത്തകി. 1 മണിക്കൂറിൽ കുച്ചിപ്പുടിയിലെ 6 ഇനങ്ങൾ അവതരിപ്പിച്ചതിലാണ് അർച്ചനയ്ക്ക് അംഗീകാരം തേടിയെത്തിയത്. ചെറുതുരുത്തി കാട്ടിൽമന റോഡിൽ ശ്രീദുർഗ ഹൗസിൽ നിഷയുടെ മകളായ M. അർച്ചന 1 മണിക്കൂറിൽ നിർത്താതെ കുച്ചിപ്പുടിയിലെ 6 ഇനങ്ങളാണ് അവതരിപ്പിച്ചത്. മയൂരി നൃത്തവിദ്യാലയത്തിൽ കലാമണ്ഡലം പ്രസന്ന വിജയകുമാറിന്റെ നേതൃത്വത്തിൽ 9 വർഷമായി അർച്ചന നൃത്തം അഭ്യസിക്കുന്നു. ഏറെ കഠിനമായി നൃത്തം പരിശീലിക്കുന്ന ഈ കുട്ടിയുടെ നൃത്തപാഠവും കണ്ടറിഞ്ഞ് അധ്യാപകരും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് അപേക്ഷ നൽകിയത്. തുടർന്ന് ഈ രംഗത്തെ വിദഗ്ധ പാനൽ പരിശോധിച്ച് അവതരണം റെക്കോർഡ് ചെയ്തു. ഇത് പരിശോധിച്ചാണ് ജനുവരിയോടെ റെക്കോർഡിന് അർഹയായി അറിയിപ്പ് ലഭിച്ചത്. മധ്യപ്രദേശിൽ നടന്ന ചടങ്ങിൽ ഇത് ഏറ്റുവാങ്ങാൻ ക്ഷണം ലഭിച്ചെങ്കിലും പോകാൻ കഴിയാത്ത നിലയിൽ ആയതിനാൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സർട്ടിഫിക്കറ്റും മെഡലും പ്രശസ്തി പത്രവും അവർ അയച്ചു നൽകി. ഷൊർണൂർ സെന്റ് തെരേസ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അർച്ചന. വളരെ ചെറുപ്പത്തിൽ തന്നെ നൃത്തപഠനം ആരംഭിച്ചതും ചിട്ടയായ പഠന പരിശീലനവും വീട്ടുകാരുടെ പിന്തുണയുമാണ് ഈ മിടുക്കിയെ അംഗീകാരത്തിന് പ്രാപ്തമാക്കിയത്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തുകൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രചോദനമായിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ 1 മണിക്കൂറോളം കുച്ചിപ്പുടിയാണ് ചെയ്തത്. കുറേ റെക്കോർഡുകളുണ്ട് കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലൊക്കെ ആയിട്ട്. കുച്ചിപ്പുടി ചെയ്തു ഞാൻ 1 മണിക്കൂറോളം നിർത്താതെ 6ഓളം ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് സക്സസ്ഫുള്ളി അത് 1 മണിക്കൂർ കളിച്ച് തീർക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശപ്പെരുമയിൽ ചിനക്കത്തൂർ പൂരം. 7 ദേശങ്ങളിൽ നിന്നെത്തിയ ആഘോഷങ്ങൾ വർണ്ണവിസ്മയ കാഴ്ചയൊരുക്കി. പുരുഷാരമയത്തെ സാക്ഷിയാക്കി ചിനക്കത്തൂരമ്മയുടെ തിരുമുറ്റത്ത് വാശിയേറിയ കുതിരക്കളിയും ആനപ്പൂരവും. ജനസാഗരം തീർത്ത് ക്ഷേത്രാങ്കണം. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഈവനിംഗ് OP നിർത്തിവെച്ചു. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് കാരണമെന്നും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ OP പ്രവർത്തിക്കില്ലെന്നും അധികൃതർ. ദുരിതത്തിലായി രോഗികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.